അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഇറക്കിക്കൊടുത്ത വചനമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖുർആനിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ, നീ വായിക്കുക എന്ന് തന്നെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വായനയ്ക്കുള്ള പ്രാധാന്യവും മഹത്വവും വിളിച്ചോതുക തന്നെയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷ്യം. നമുക്കറിയാം, വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വായനയുടെ മഹത്വവും ഒരു മനുഷ്യനെ വായന എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നും മനസ്സിലാക്കുക വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. വായന എന്ന് പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്ത് വായിക്കണം എന്ന് നമ്മളെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പുസ്തകം എടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുക എന്ന കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരേണ്ടത്. വെറുതെ അതും ഇതും വായിക്കുക എന്നതിലല്ല കാര്യം. പല പുസ്തകങ്ങളും നാം പറയാറുണ്ട്, ചില പുസ്തകങ്ങളെല്ലാം ചവച്ചിറക്കേണ്ടതാണ്. അത് വായിക്കുകയും അതിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. എന്നാൽ ചിലത് എന്ന് പറയുമ്പോൾ അത് ചവച്ച് തുപ്പേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിലെ ചില കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുകയും അകത്തേക്കെടുക്കുകയും ചെയ്ത് ബാക്കി ഒഴിവാക്കി കളയണം. ചിലത് എന്ന് പറഞ്ഞാൽ കഴിക്കാനേ പാടില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും നമുക്ക് വായിക്കാൻ കഴിയുന്നതല്ല. വായന എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വായന ഒരു മനുഷ്യൻ്റെ ഭാവനയെ വർദ്ധിപ്പിക്കും. അതിലൂടെ എഴുത്തുപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് വർദ്ധിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. നമുക്കറിയാം, ചരിത്രത്തിൽ ഇടം നേടിയ ഒരുപാട് എഴുത്തുകാർ അവർ വളരെയധികം വായിക്കുന്നവരായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരുപാട് വായിക്കുന്നവരായിരുന്നു. അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കേവർക്കും ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ. ഓരോ മനുഷ്യനും സമ്മർദ്ദങ്ങളെ കുറക്കാനുള്ള വഴികൾ പലതാണ്. പക്ഷേ നമുക്കറിയാം, പൂർണ്ണമായും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനേകം മനുഷ്യർ അവരുടെ സമ്മർദ്ദങ്ങളെ കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് വായന. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണയാലല്ലാതെ ഒരു മനുഷ്യൻ്റെ ഹൃദയവും സ്മൃതി അടയുകയില്ല. നമ്മൾ മുഅ്മിനീങ്ങളായിരിക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ട ഒരു ഗ്രന്ഥം ഏതാണ്? ഖുർആൻ തന്നെയാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഖുർആൻ വായിക്കുന്നതിലൂടെ നമുക്കറിയാം, നമ്മൾ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഖുർആൻ എടുത്ത് വായിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ ഖുർആൻ വായിക്കുക, അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ, നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിലാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പോൾ എന്ത് വായിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇത് അള്ളാഹുവിൻ്റെ നാമത്തിലാണോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ളതാണോ എന്ന് നാം ചിന്തിക്കണം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ വെറും ഖുർആൻ മാത്രമല്ല, അള്ളാഹു ഈ ഭൂമിയിൽ പടച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ചരിത്രങ്ങളെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം വായിക്കലും മനസ്സിലാക്കലും ഒരു മുഅ്മിൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും പ്രാധാന്യമേറിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ വായിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും എല്ലാം വളരെയധികം ബാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം,
നമ്മൾ വെറും കഥകളാണ് അല്ലെങ്കിൽ വെറും നോവലുകൾ മാത്രമാണ് വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഒതുങ്ങിപ്പോവും. നമ്മളൊരു ഫാൻറ്റസി ലോകത്തിലായി പോവും. നേരെ മറിച്ച് പത്രങ്ങൾ, അതുപോലെയുള്ള ലേഖനങ്ങൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ്സും അതുപോലെ നമ്മുടെ ഐഡിയകളും എല്ലാം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക, അതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.